നമസ്കാരം. ന്യൂസ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. മറ്റൊന്നുമല്ല, മലയാള സിനിമയിൽ അത്ഭുതമായി മാറുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം. സിനിമാ മേഖല വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന സമയത്താണ് 200 കോടി എന്ന കളക്ഷൻ നേടുന്ന ആദ്യ ചിത്രമായി മഞ്ഞുമ്മൽ ബോയ്സ് മാറുന്നത് എന്നുള്ളതാണ് പ്രധാനം. അതും ആഗോളതലത്തിൽ ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ മഞ്ഞുമ്മൽ ബോയ്സിന് ലഭിക്കുന്നു എന്നുള്ളതും അതീവ പ്രാധാന്യം അർഹിക്കുന്നു. തമിഴ്നാട്ടിലടക്കം അമേരിക്കയിലടക്കം വലിയ ഹിറ്റാണ്. കാരണം 50 കോടി രൂപ നേടുന്ന ആദ്യ മലയാള ചിത്രമാണ് തമിഴ്നാട്ടിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്നതും ശ്രദ്ധേയമാണ്. കാരണം ഡബ്ബിംഗ് ഇല്ലാതെ അവിടെ പ്രദർശിപ്പിച്ച സിനിമയാണത്. അത്തരത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ വലിയ ഒരു പരിശ്രമം, അതും യഥാർത്ഥ കഥയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ഒരു ശ്രമം, അത് മലയാളത്തിൽ വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിനകത്തും പുറത്തും വലിയ ഗംഭീരമായ വരവേൽപ്പാണ് ഈ സിനിമ ഇപ്പോഴും നേടുന്നത്. ഒരു മാസം പിന്നിടുമ്പോഴാണ് 200 കോടി എന്ന മാജിക് സംഖ്യയിലേക്ക് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ കളക്ഷൻ എത്തുന്നത്. തിയേറ്ററുകൾക്ക് വലിയ ഉണർവായി. നേരത്തെ നമുക്കറിയാം, പ്രേമലു പോലെയുള്ള സിനിമ 100 കോടി രൂപയ്ക്ക് മുകളിലെത്തി. മമ്മൂട്ടിയുടെ സിനിമ ഹിറ്റായ പശ്ചാത്തലമുണ്ട്. ഒപ്പം അങ്ങനെ നിരവധി ഹിറ്റുകൾ കൂടി സമ്മാനിച്ച മാസമാണ് കടന്നു പോകുന്നത്. അവിടെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് വ്യത്യസ്തമായി ഇത്ര അധികം പ്രാധാന്യത്തോടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മോടൊപ്പം ആദ്യം നവമി ദിനേശ് ചേരും. നവമി, പ്രധാനപ്പെട്ട അതിഥികളും നമ്മോടൊപ്പം ഉണ്ട്. ഗണപതി ഉണ്ടാകും, ഒപ്പം സന്ദീപ് സേനൻ നിർമ്മാതാവ് എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമായുണ്ട്. കാരണം മലയാള സിനിമയ്ക്ക് വലിയ ചർച്ചാ വിഷയമായ ഒരു സിനിമയായി ഇത് മാറുന്ന സാഹചര്യം കൂടിയാണ് ഇത്. നവമിയിലേക്കൊന്ന് പോകണം. നവമി ഇവരുടെയൊക്കെ അഭിമുഖം എടുത്ത ആളാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെയും ഒപ്പം യഥാർത്ഥ സംഭവത്തിൽ ഉൾപ്പെട്ടവരുടെയും ഒക്കെ ഇത്ര വലിയ ഹിറ്റാകുമെന്ന പ്രതീക്ഷ ഒരുപക്ഷെ ഇവർക്ക് പോലും ഉണ്ടായിരിക്കുകയില്ല. എന്താണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതേണ്ടത്? മലയാള സിനിമയ്ക്ക് ഒരു വലിയ ഉണർവായി മാറുകയാണല്ലോ മഞ്ഞുമ്മൽ. തീർച്ചയായും രഞ്ജിത്ത്, മലയാള സിനിമയ്ക്ക് മലയാളികൾക്കൊക്കെ വളരെ അഭിമാനമുള്ളൊരു നിമിഷം കൂടിയാണ്. ഒരു ചരിത്ര നിമിഷം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ കഴിയും. കാരണം മഞ്ഞുമ്മൽ ബോയ്സ് പോലുള്ളൊരു വലിയ മുതൽ മുടക്കില്ലാതെ എടുത്തൊരു ചിത്രം, കുറഞ്ഞ ബഡ്ജറ്റ്, താരതമ്യേന കുറഞ്ഞ ബഡ്ജറ്റിൽ ഒതുക്കിയ ഒരു സിനിമ ഇത്ര വലിയൊരു നേട്ടം കൈവരിക്കുമ്പോൾ അത് മലയാളികൾക്കും മലയാള സിനിമയ്ക്കുമൊക്കെ വലിയൊരു അഭിമാനമാണ്. കാരണം അതായത് ഡബ്ബിംഗ് ഇല്ലാതെ മറ്റൊരു ഭാഷയില്ല. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പോയിട്ട് ഈ സിനിമ നേടുന്ന കളക്ഷൻ കോടികൾ നേടുക എന്നുള്ളത് അത് തന്നെ ആദ്യത്തെ ഒരു സംഭവം തന്നെയായിരിക്കും. കാരണം മറ്റ് ഭാഷകളിലൊക്കെ ഇപ്പൊ മലയാളത്തിൽ തന്നെ ഒരു സിനിമ ഇറങ്ങിയാൽ അത് തമിഴിലേക്കൊക്കെ പോകുമ്പോൾ അത് ഡബ്ബ് ചെയ്തായിരിക്കും അവിടെ കാണിക്കുക. പക്ഷെ ഡബ്ബിംഗ് ഇല്ലാതെ മലയാള ഭാഷയിൽ തന്നെ അതവിടെ പ്രദർശിപ്പിക്കുക, പിന്നീട് ആ ചിത്രം വലിയ ഹിറ്റാക്കുക, പ്രേക്ഷകർ ഏറ്റെടുക്കുക, അത് 50 കോടിയിലേറെ കളക്ഷൻ നേടുക, കർണാടകയിൽ 13 കോടിയിലേറെ കളക്ഷൻ നേടുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു നേട്ടം തന്നെയാണ്. എന്തായാലും മഞ്ഞുമ്മൽ ബോയ്സ് 200 കോടി ക്ലബിൽ കയറി എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവർക്കും, സിനിമാ പ്രേമികൾക്കും സിനിമാ ആസ്വാദകർക്കും മലയാളികൾക്കുമൊക്കെ അഭിമാനത്തിന്റെ ഒരു നിമിഷം കൂടിയാണ്. ഈ ഒരു ശരിക്കും അതിന്റെ ഒറിജിനൽ, അതായത് ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഉള്ള ആ ഒരു ജീവിതം, അവരുടെ കഥ തിരശ്ശീലയ്ക്ക് മുന്നിൽ വരുമ്പോൾ അവരൊക്കെ പറഞ്ഞത്, ഈ ഇന്റർവ്യൂ എടുത്ത സമയത്ത് അവർ നമ്മളോട് പറഞ്ഞത്, ഒരു 95% ഇത് ഞങ്ങൾ തന്നെയാണ്. ഓരോ കാര്യങ്ങളും, ഞങ്ങളുടെ ഡ്രസ്സിംഗ് ആയിക്കോട്ടെ, ഞങ്ങളുടെ സ്വഭാവം ആയിക്കോട്ടെ, ഞങ്ങളുടെ ഓരോ ആക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായി ഒപ്പിയെടുക്കാൻ ഈ സിനിമ ഡയറക്ടർ ചിദംബരത്തിനും അതോടൊപ്പം അഭിനയിച്ച ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാനുള്ള ഒരു കാരണവും. ഒപ്പം തന്നെ ആ ഒരു പാട്ട് ഗുണ എന്ന സിനിമയിലെ ആ ഒരു ഗാനം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഒരു ആ സിനിമയിലെ ആ പാട്ട് ഒരു പ്രണയമാണെങ്കിൽ പോലും പിന്നീട് ആ പാട്ടിപ്പോൾ ഒരു സൗഹൃദത്തിന്റെ പ്രതീകമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊക്കെ തീർച്ചയായും. ഒന്ന് തുടരുക. ഇപ്പോൾ സന്ദീപ് സേനൻ നമ്മോടൊപ്പം ഈ ചർച്ചയുടെ ഭാഗമായി ചേരുന്നു, നിർമ്മാതാവ്. സന്ദീപ്, മലയാള സിനിമ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് 4 സിനിമകൾ അടുത്തടുത്ത് ഹിറ്റാകുന്നത്. മമ്മൂട്ടിയുടെ സിനിമ അടക്കം ഉള്ളത്, ഈ പ്രേമലു അടക്കമുള്ള സിനിമകൾ. അവിടെയാണ് ഈ മഞ്ഞുമ്മൽ ബോയ്സ് വ്യത്യസ്തമായി നിൽക്കുന്നത്. കാരണം 200 കോടി എന്നൊക്കെ പറയുന്നത് വലിയൊരു മാജിക് ഫിഗറാണ് മലയാള സിനിമയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് മഞ്ഞുമ്മൽ വ്യത്യസ്തമാകുന്നത്? എങ്ങനെയാണ് മഞ്ഞുമ്മൽ മലയാള സിനിമയ്ക്ക് ആശ്വാസമാകുന്നത്? മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഈ പറഞ്ഞതുപോലെ നമ്മൾ മലയാള സിനിമയിൽ ഈ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഒരു തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ തിയേറ്ററുകാർക്കും നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും ഒക്കെ സന്തോഷമുള്ള
പ്രത്യേകിച്ചും പ്രേക്ഷകർക്ക് സന്തോഷമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഒരേ സമയം ഒരു വർഷത്തിന്റെ തുടക്കം 4 സിനിമകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 3 മാസത്തിന്റെ ഇടയ്ക്ക് നേരും കൂടി ചേർക്കുവാണെങ്കിൽ ഏകദേശം 5 സിനിമകൾ തിയേറ്ററുകളിൽ നിറഞ്ഞു കവിഞ്ഞോടി. അത് എല്ലാവർക്കും ഒരു ഊർജ്ജം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന്റെ കൂടെ മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടുക്കെ, തെന്നിന്ത്യയിലും ഇന്ത്യയിൽ ഒട്ടുക്കെ എല്ലായിടത്തും ഒരു ഭയങ്കര ഒരു അഭിപ്രായം അവരുടെ ഇടയിലും. പ്രേക്ഷകർ, എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ആദ്യത്തെ ഹിറ്റ് 2024 ആദ്യത്തെ ഹിറ്റ് മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പം അങ്ങനെ ഒരു ഇത് പിന്നെ നമ്മള് എല്ലാ നാഷണൽ ഇവന്റ്സും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അമൂൽ എന്ന് പറയുന്നത്. അമൂല് ഒരു ബ്രാൻഡിനെ വൗച്ച് ചെയ്യണം, ഒരു സിനിമ ഇത് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നാച്ചുറലി അതൊരു നാഷണൽ ഇവന്റായി മാറിയുണ്ട്. അപ്പൊ പ്രേക്ഷകർ ഒന്നടങ്കം ഇന്ത്യയിലൊട്ടുക്കെ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ ഏറ്റെടുത്തു. അതൊരു സർവൈവൽ സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്രാഫ്റ്റ് ആയിട്ട് അതിനെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സിനെ വ്യത്യസ്തമാക്കുന്നു. അത് എന്നും ആ പേര് അതുപോലെ വേറിട്ട് നിൽക്കുന്ന ഒരു പേര് തന്നെ ആയിരിക്കും മഞ്ഞുമൽ ബോയ്സ്. ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ ഒരു എടുക്കാൻ പറ്റുന്ന ഒരു 10 സിനിമകൾ എടുത്ത് പറയണമെങ്കിൽ മഞ്ഞുമൽ ബോയ്സിന് അതിനകത്ത് തീർച്ചയായിട്ടും ഒരു സ്ഥാനം ഉണ്ടാവും. അത് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിനെ വ്യത്യസ്തമാക്കുന്നത്. സിനിമയുടെ ഒരു പ്രതിസന്ധി കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ തിയേറ്റർ ഉടമകൾ പറയുന്നത്, നിർമ്മാതാക്കൾ പറയുന്നത് കോടികളുടെ നഷ്ടക്കണക്കുകൾ മാത്രമാണ്. അവിടെയാണ് മഞ്ഞുമൽ ബോയ്സ് വ്യത്യസ്തമാകുന്നത്. സ്വാഭാവികമായും അത്തരം ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകണം. മലയാള സിനിമ നിലനിൽക്കണമെങ്കിൽ, തിയേറ്ററുകൾ നിലനിൽക്കണമെങ്കിൽ, പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് വരണമെങ്കിൽ, ഇതൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ വന്ന ഒരു ചെറിയ സിനിമ ഇത്ര വലിയ ഹിറ്റാകണമെങ്കിൽ എന്തൊക്കെ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായാൽ പോലും അതൊരു മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായി ഹിറ്റാകുന്ന സിനിമകളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പ്രേക്ഷകർ കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ അത്തരം ശ്രമങ്ങളിലേക്ക് നമ്മുടെ സംവിധായകർ കടക്കണം എന്നതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ ഇത്? അല്ല, തീർച്ചയായിട്ടും ഇത് നിർമ്മാതാക്കൾ എന്നും നല്ല കണ്ടന്റുകൾ കൊണ്ടുവരുന്നതാണ്. തിയേറ്ററുകാരുടെ ഇനിയും തിയേറ്ററുകാർക്ക് ഒരിക്കലും നഷ്ടത്തിന്റെ കണക്ക് പറയാനായിട്ട് ഈ കൊല്ലം പറയാൻ സാധ്യത, അവർ ഒരിക്കലും അത് പറയരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഈ കൊല്ലത്തിന്റെ തുടക്കം തന്നെ അവർക്ക് കൈനീട്ടിയാണ് മലയാള സിനിമയിലെ നല്ല നിർമ്മാതാക്കൾ, നല്ല സംവിധായകർ കൊടുത്ത സിനിമകൾ. എനിക്ക് തോന്നുന്നു ഈ തുടക്കം തന്നെ അവർക്ക് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ടൗണിലെ ഒരു തിയേറ്റർ ഉടമയെടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് തിയേറ്റർ ഷെയർ ആയിട്ട് കഴിഞ്ഞ 3 മാസത്തിന്റെ ഇടയിൽ കിട്ടിയത് 55 ലക്ഷം രൂപയാണ്. ഒരു തിയേറ്റർ ഉടമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള മെയിൻ സ്റ്റേഷൻ തിയേറ്ററുകളുടെയൊക്കെ വരുമാനം എന്തായിരിക്കും എന്ന് അങ്ങേക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ തിയേറ്ററുകാർക്ക് ഇനി ഒരു കംപ്ലൈന്റ് പറയാനായിട്ടുള്ള ഒരു വഴിയില്ല. കാരണം ഇനി അങ്ങോട്ടും പ്രതീക്ഷ ഉളവാക്കുന്ന സിനിമകളാണ് ഇനി വരുന്നത്. നമ്മൾ ഇനി അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ആടുജീവിതം, വർഷങ്ങൾക്ക് ശേഷം, ആവേശം, നടികർ തിലകം, കെയർടേക്കർ പവി, ഗുരുവായൂർ അമ്പലനടയിൽ, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇപ്പോ അഞ്ചക്കള്ളക്കൊക്കൻ എന്ന് പറയുന്ന ഒരു ചെറിയ സിനിമ, ഇതുപോലത്തെ ഒരു ചെറിയ സിനിമ പോലും തിയേറ്ററിൽ നന്നായിട്ട് പ്രേക്ഷകർ സ്വീകരിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു 2024 ഇനി അങ്ങോട്ട് ആദ്യപാദം വരാനിരിക്കുന്ന സിനിമകൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു തിയേറ്ററുകാര് അവർക്ക് ഒരു കൊല്ലത്തെ വരുമാനം, അതായത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് അവർക്ക് ഒരു കൊല്ലം കിട്ടുന്ന വരുമാനം തന്നെ 3-4 മാസത്തിനുള്ളിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം അതൊരു തിയേറ്ററുകാർക്കൊരു ഊർജ്ജമാണ്. നിർമ്മാതാക്കളെ സംബന്ധിച്ച് ശരിയാണ്, ശതമാനം ഇത്രയും കാലം 10% താഴെ തന്നെയായിരുന്നു വിജയത്തിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും. അപ്പൊ ആ സക്സസ് റേറ്റ് കൂടി വരുന്നതും നമുക്ക് ഊർജ്ജമാണ്. നല്ല സംവിധായകർ തീർച്ചയായിട്ടും ഉണ്ട്, നല്ല കണ്ടന്റ് മേക്കേഴ്സ് ഉണ്ട്. അതായത് കേരളം ഇന്ന് കൊച്ചു മലയാളത്തിൽ നിന്നും ഉണ്ടാവുന്ന കണ്ടന്റ് തന്നെയാണ് ഇന്ത്യയിൽ എവിടെയും സംസാരിക്കുന്നത്. അതായത് സന്ദീപ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രേക്ഷകർ തിയേറ്ററുകളിൽ നിന്ന് അകലുന്നു എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. ഈ വിഷ്വൽ മീഡിയകളുടെ സ്വാധീനം കാര്യമായി ബാധിക്കുന്നു സിനിമയെ എന്നൊക്കെ പറയുന്നതിന് ഒക്കെ കൃത്യമായ ഉത്തരമാണ്. മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും എല്ലാം ഉപേക്ഷിച്ച് പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് തന്നെ വരും. തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരുന്ന സിനിമകൾക്ക് മരണമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തരമാണ് മഞ്ഞുമൽ ബോയ്സ്. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും തെലുങ്ക് ദേശത്തും എല്ലാം അതിന് മഞ്ഞുമൽ ബോയ്സ് ഒരു ഉത്തരമായി എന്നുള്ളത് അഭിമാനം ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പോൾ ഇതുപോലെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഇതുപോലെയുള്ള ശ്രമങ്ങൾക്ക് നിർമ്മാതാക്കൾ കൂടി മുൻകൈ എടുക്കണം. താരങ്ങളല്ല, കഥയാണ് താരം, അതിൻ്റെ ശ്രമങ്ങളാണ് താരം. പ്രേക്ഷകരെ അപ്പോൾ ഈ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാനുള്ള മാജിക് പലതരത്തിലാണ്, അല്ലെ സന്ദീപ്? തീർച്ചയായിട്ടും മലയാളത്തിലെ നിർമ്മാതാക്കൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന നിർമ്മാതാക്കൾ മലയാളത്തിലെ നിർമ്മാതാക്കൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ
ഇവിടെ കണ്ടന്റിന് ഇന്നും ഊന്നൽ നൽകി തന്നെയാണ് നമ്മൾ സിനിമ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഒരു നിർമ്മാതാക്കളെയും ഇവിടെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു നിർമ്മാതാവ് നിന്നുകൊണ്ടാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ടായതും പ്രേമലു പോലുള്ള സിനിമകൾ ഉണ്ടാകുന്നതും നിർമ്മിക്കപ്പെടുന്നതും. അപ്പം ഇത്തരം സിനിമകൾ ഇവിടെ താരപ്പകിട്ട് ഏറെക്കുറെ താരപ്പകിട്ട് കുറഞ്ഞ സിനിമകളാണ്. പക്ഷെ അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. അപ്പോൾ കണ്ടന്റ് ആണ് താരം എന്ന് തീർച്ചയായിട്ടും അതൊരു നിർമ്മാതാവിന്റെ വിജയം കൂടിയാണ്. അതൊരു സംവിധായകന്റെയോ ഒരു എഴുത്തുകാരന്റെയോ ഒരു നടന്റെയോ ഒഴിച്ച് മറ്റൊരു നിർമ്മാതാവിന്റെ കൂടി വിജയമാണ്. ഇത്തരം കണ്ടന്റുകൾ കണ്ടെത്തി ആ സിനിമകൾ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നിടത്താണ് ഇത്തരം വിജയങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് മലയാളത്തിലെ നിർമ്മാതാക്കൾ എന്നും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സിനിമകൾ ഉണ്ടാവുന്നത്. മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഈ താരങ്ങളെ വെച്ച് മാത്രം അല്ലെങ്കിൽ മൾട്ടി സ്റ്റാർ സിനിമകൾ മാത്രം നിർമ്മിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ബോളിവുഡൊക്കെ നമ്മൾ കാണുമ്പോൾ 2-3 താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടും കഷ്ടിച്ച് കൂട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് എന്താ പറയാ അവര് കടന്നു പോവാണ്. തിയേറ്ററുകളിൽ നിന്നൊക്കെ ഉള്ള വരുമാനം വളരെ കുറഞ്ഞിരുന്ന കാലമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പൊ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ താരങ്ങളെ വെച്ച് നല്ല സിനിമകൾ പ്രേക്ഷകരെ തിയേറ്ററിൽ കൊണ്ടുവരുന്ന സിനിമകൾ, തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെയുള്ള, രോമാഞ്ചം പോലെയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ പ്രേക്ഷകരെ എത്തിച്ച സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലെ നിർമ്മാതാക്കൾ തീർച്ചയായിട്ടും നിർമ്മാതാക്കൾക്കും അഭിമാനിക്കാനുള്ള കാര്യമാണ്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക. കാരണം നമ്മുടെ സർഗശേഷിയും സംസ്കാരവും ചോർന്നു പോകാതെ നമ്മൾ വളരെ നന്നായി തന്നെയാണ് സിനിമകൾ നിർമ്മിച്ചു വരുന്നത്. തിരിച്ചു വരാൻ സന്ദീപം തുടരുക. എന്നോടൊപ്പം ചന്ദ്രകാന്ത് വിശ്വനാഥ് കൂടിയുണ്ട്. ചന്ദ്രകാന്ത്, 200 കോടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലും ഹിന്ദിയിലും ഒക്കെ കേട്ടിട്ടുണ്ട്, ഷാരൂഖ് ഖാൻ്റെ ചിത്രങ്ങൾക്ക്, ഒപ്പം രജനീകാന്തിൻ്റെ സിനിമകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ അതും ഒരു താര സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. മലയാളികൾ കണ്ട് പരിചയിച്ച സ്ഥിരം കാണുന്ന മുഖങ്ങൾ, സൂപ്പർ സ്റ്റാറുകളുടെ സാന്നിധ്യമില്ലാതെ 200 കോടി എന്ന അത്ഭുതം അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് ഈ സിനിമ റിവ്യൂ ചെയ്യുന്ന പല ആളുകൾക്കും എപ്പോഴും അത്ഭുതമാണ്. ചന്ദ്രനാഥ്, ഇതിലൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സിനിമ എടുത്തിരിക്കുന്ന ചിദംബരത്തിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് കുറവുണ്ടെന്ന് തോന്നുന്നു. ചിദംബരത്തിൻ്റെ ആദ്യ സിനിമ ജാനമൻ വളരെ എന്താ പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ സിനിമ പ്രേക്ഷകർ സ്വീകരിച്ച ചിത്രമാണ്. കാരണം അന്ന് നമ്മൾ ഈ കോവിഡിൻ്റെ ഒക്കെ ബാക്കി സംഭവമായതുകൊണ്ട് അധികം പേരൊന്നും തിയേറ്ററിൽ പോയി കണ്ടോന്ന് അറിയില്ല. പക്ഷേ അത് വളരെ നന്നായിട്ട് കണ്ട എല്ലാവരും സ്വീകരിച്ചൊരു ചിത്രമാണ് ഈ ജാനമൻ. അപ്പോൾ ജാനമൻ കഴിഞ്ഞതിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ വരുന്നത്. മാത്രമല്ല വളരെ റിയലിസ്റ്റിക് ആയ ഒരു കഥ, അതായത് നടന്ന ഒരു സംഭവത്തെ മാത്രം ആസ്പദമാക്കി ഒരു അധികം കൂട്ടിച്ചേർക്കലുകൾ ഇല്ലാതെ എന്ന് അവർ പറയുന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ഇത്രയും വലിയ കളക്ഷൻ കിട്ടുന്നതിന് പുറകിലൊരു കാരണമുണ്ട്. കാരണം ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് തമിഴ്നാട്ടിൽ തന്നെയാണ് കഥ നടക്കുന്നത്. മാത്രമല്ല ഒരു സാധാരണ തമിഴന് മനസ്സിലാവാത്ത ഒരു കാര്യം അതിൽ നടക്കുന്നില്ല. 2, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ വലിയ രീതിയിൽ ചലനം സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ആ പാട്ട് വളരെയധികം പ്രശസ്തമാണ്. ആ ഗുണയിലെ പാട്ട് ഇത് അവിടുത്തെ ക്യാമ്പസുകളിലേക്ക് ഇതൊരു വലിയൊരു ആന്തം പോലെ വരികയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ ഒരു തരംഗമുണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതൊരു മലയാള സിനിമ ഇതുകൊണ്ട് അങ്ങ് ഭയങ്കര സംഭവമായി എന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം ഇത് വളരെ കൃത്യമായിട്ട് സംവിധായകൻ്റെ ഒരു പ്ലാനിംഗ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗണപതി ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ, കൃത്യമായിട്ടുള്ള കാസ്റ്റിംഗ് ആണിത്. കാരണം എനിക്ക് തോന്നുന്നു മലയാളത്തിലെ വലിയ റിവ്യൂവേഴ്സിന് വരെ ഇതിനകത്തെ കഥാപാത്രങ്ങൾ ആരാണെന്ന് അറിയത്തില്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി. കാരണം അത്ര നല്ല കാസ്റ്റിംഗ് ആണ് ആ കഥാപാത്രത്തിന് ചേരുന്ന തരത്തിലുള്ള ആൾക്കാർ. പിന്നെ അവരുടെ ഈ കഥ, ഈ സർവൈവൽ ത്രില്ലർ എന്ന് പറഞ്ഞാൽ ലോകത്തിലൊക്കെ എല്ലായിടത്തും രക്ഷപ്പെടും. പക്ഷേ തമിഴ്നാട്ടിലൊരു മലയാള സിനിമ ഇങ്ങനെ വലിയ സംഭവമാകുന്നു, 100 കോടി കളക്ട് ചെയ്യുന്നു. അല്ല, അത് ഡബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഗുണ കേവ്സിൽ പോയി കിടക്കുന്ന ഒരാൾക്ക് പിന്നീട് തിരിച്ചു വരുന്നത് വരെയുള്ള സമയം തമിഴാണ് അധികവും ഉള്ളത്. പിന്നെ അവിടുത്തെ സാധാരണക്കാരുടെ ഒരു വികാരം കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു ചായക്കട നടത്തുന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു ഗൈഡായിട്ട് നിൽക്കുന്ന ആൾ, അവരുടെയൊക്കെ ഒരു വികാരം അത് ശരിക്കും തമിഴ് പ്രേക്ഷകനെ കൂടുതലായിട്ട് അടുപ്പിക്കും. പിന്നെ പ്രത്യേകിച്ചുള്ളത് ആ പാട്ടാണ്. ആ പാട്ട് നമുക്കറിയാം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പം നമുക്ക് പലർക്കും എപ്പോഴും കിട്ടുന്ന റിംഗ് ടോണിലും നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ വരുന്ന ആ പാട്ടാണ്. ഇതും ആ സിനിമയുടെ തമിഴ്നാട്ടിലെ വിജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വരുന്ന സിനിമകൾ, അതായത് മലയാളത്തിൽ നിന്ന് വരുന്ന തമിഴിലേക്ക് വരുന്ന സിനിമകൾക്ക് തീർച്ചയായിട്ടും ഒരു ബൂസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ സിനിമ അത്രയും കെയർഫുള്ളായിട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടുമാണ് അതിന് വിജയമുണ്ടാകുന്നത്. നാളെ ഇതുപോലെ തന്നെ മറ്റൊരു സിനിമയ്ക്ക് ഇത് കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കുന്നതും തെറ്റാണ്. തീർച്ചയായും. സന്ദീപ്, മറ്റൊരു പ്രധാന കാര്യം, ഈ നിർമ്മാതാക്കൾക്കും ഇതൊരു പാഠമാണ്. കാരണം കോടികൾ മുടക്കിയെടുക്കുന്ന പല സൂപ്പർ സ്റ്റാർ സിനിമകളും തിയേറ്ററിൽ മൂക്കുകുത്തുമ്പോഴാണ് ഈ ചെറിയ ചിത്രം വലിയ വിജയമാകുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ മാർക്കറ്റിംഗ് അത് എത്രത്തോളം വിശാലമാണ് എന്നതും കാട്ടിത്തരുന്നു. 50 കോടിക്ക് മുകളിലാണ് തമിഴ്നാട്ടിൽ നിന്നും ഈ പടം വാരിയത്.
അങ്ങനെ ഒരുപാട് പാഠങ്ങൾ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കൂടി ഈ സിനിമ പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതല്ലേ? സന്ദീപ്, ഹലോ, കേൾക്കാമോ? അല്ല രഞ്ജിത്ത്, ഞാൻ ചന്ദ്രകാന്ത് പറയുന്ന ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം വെച്ചാല് മലയാള സിനിമയിലുള്ള മറ്റ് സിനിമകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി അങ്ങനെ മാറുന്നുള്ളതല്ല. ഇൻഡസ്ട്രി താരതമ്യേനെ മറ്റ് ഇൻഡസ്ട്രിയെ വെച്ച് അപേക്ഷിച്ച് നല്ല കണ്ടന്റ് കൊടുക്കുന്ന ഇൻഡസ്ട്രി തന്നെയാണ്. ഇന്നും ഞാൻ നെഞ്ചു വിരിച്ച് പറയും, അത് മലയാള സിനിമ ഇൻഡസ്ട്രി കൊടുക്കുന്ന കണ്ടന്റ് മറ്റ് ഇൻഡസ്ട്രികൾ ഇപ്പോൾ നൽകുന്നില്ല എന്നുള്ളത് വളരെ വളരെ സത്യമാണ്. അതിൽ മലയാള സിനിമയുടെ നിർമ്മാതാക്കൾക്ക് 100% പങ്കുണ്ട് എന്ന് പറയുന്നതിലും യാതൊരു തെറ്റുമില്ല. നല്ല സംവിധായകരെ തെരഞ്ഞെടുത്ത്, ഒരു ജാനമൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരു ചിദംബരത്തിനെ തെരഞ്ഞെടുക്കാനായിട്ട് ഒരു നല്ല നിർമ്മാതാവ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പം ആ ചിദംബരം എന്ന് പറയുന്ന ഒരു നല്ലൊരു സർഗശേഷിയുള്ള ഒരു കലാകാരനെ കണ്ടെത്താനായിട്ടൊരു നിർമ്മാതാവിന് സാധിച്ചു എന്നുള്ളതാണ്. അന്ന് വരെ ചിദംബരം രാജീവ് രവി പോലുള്ള ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധായകന്റെയും ഒരു ക്യാമറാമാന്റെയും അസിസ്റ്റന്റായി പ്രവർത്തിച്ച ആളാണ്. ചിദംബരം അവിടുന്ന് കയറി വരുമ്പോൾ ഒരു നിർമ്മാതാവ് ചിദംബരത്തിനെ വിശ്വസിച്ചുകൊണ്ടാണ്. അങ്ങനെ വിശ്വസിക്കുന്ന നിർമ്മാതാക്കൾ ഉള്ളതുകൊണ്ടാണ് മലയാള സിനിമയിൽ ഇത്തരം കണ്ടന്റുകൾ വരുന്നതും 2024 ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടായത്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു കലാകാരനെ വിശ്വാസത്തിൽ എടുക്കുന്നുകൊണ്ടാണ്. പിന്നെ 200 കോടി എന്ന് പറയുന്ന ഗ്രോസ് ചെയ്യുന്നത്, അതും ഈ ഗ്രോസിന്റെ സ്പ്ലിറ്റ് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടാവുന്നത്. കാരണം കേരളത്തിൽ ഉണ്ടാവുന്ന കളക്ഷന് എത്രയാണോ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ആ ഒരു ഈക്വൽ ഷെയർ ഉണ്ടാവുന്ന ഒരു മലയാള സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം ഇത്തരം സിനിമകൾ നിർമ്മാതാക്കൾക്ക് പാഠമാകുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ആരെയും നിർമ്മാതാക്കൾ ഒരിക്കലും ഒരു കണ്ടന്റോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഇന്ന സിനിമ ആകണം എന്ന് പറഞ്ഞ് ചിന്തിച്ച് നമ്മൾ ഇറങ്ങില്ല. എല്ലാ സിനിമകളും ഓടണം ചിന്തിക്കുന്നവരാണ്. പിന്നെ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയുന്ന നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നന്നായി മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന നിർമ്മാതാക്കൾ തീർച്ചയായിട്ടും സിനിമയിലുണ്ട്. അങ്ങനെയുള്ള നിർമ്മാതാക്കൾ ഉണ്ടാകുമ്പോഴാണ് നല്ല സിനിമകളും നല്ല കണ്ടന്റുകളും തീർച്ചയായിട്ടും വരുന്നത്. അപ്പം എന്നും അത്തരം സിനിമകൾ സക്സസ് റേറ്റ് കൂടാനായിട്ട് ഇക്കൊല്ലം ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ്. പല പ്രേക്ഷകരും പല തിയേറ്ററുകാരും അവരുടെ 3 ദിവസത്തെ കളക്ഷൻ മോശമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സിനിമകൾ എത്രയോ നന്നായിട്ട് പിന്നെ OTT-യിലൊക്കെ നല്ല അഭിപ്രായം വന്നിട്ടുണ്ട്. തിയേറ്ററിൽ എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്തരം പ്രവണതകൾ പോലും സിനിമയ്ക്ക് ബാധിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് പോലും ആദ്യത്തെ 1-2 ദിവസത്തെ ഉള്ള കളക്ഷൻ അല്ല, പിന്നെ അങ്ങോട്ട് കളക്ഷൻ കൊണ്ടു കയറുമായിരുന്നു. പ്രേക്ഷകർ കയറി തിയേറ്ററുകൾ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയതാണ്. അപ്പം ഞാൻ പറയുന്നത്, ആ ഒരു പേഷ്യൻസ് നിർമ്മാതാക്കൾക്കുള്ളതുപോലെ ഒരു സിനിമ കൊണ്ടുവരുന്നതിലുണ്ട് ഉള്ളതുപോലെ മറ്റ് വ്യവസായങ്ങളും, അതായത് സിനിമയ്ക്കകത്തുള്ള മറ്റ് ഇതര അതായത് തിയേറ്ററുകാരുൾപ്പെടെ ചിന്തിച്ചാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പം അത് ഒരു നിർമ്മാതാവിനെ മാത്രം നമ്മൾ പഴി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഐ ഓപ്പണർ ആണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സിനിമകൾ കൊണ്ടുവരുന്ന നിർമ്മാതാക്കൾക്ക് അതിനുള്ള പ്രചോദനം ഇതിനുള്ള മറ്റു വിഭാഗക്കാർക്കും കൂടെ കൊടുക്കണം എന്നുള്ളത്. തീർച്ചയായും. സന്ദീപ് തുടരുക. ഗണപതി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗണപതി ഇതിൻ്റെ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറാണ്, നടനാണ്. ഗണപതി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കാരണം 200 കോടി എന്നുള്ളത് മലയാള സിനിമയിൽ ആദ്യമായി നിങ്ങളുടെ ഒരു വലിയ ശ്രമം അത് കൊണ്ടുവരികയാണ്. അത് ഒരുപാട് ഊർജ്ജവായുവാകുന്നു. കാരണം തിയേറ്ററുകൾക്ക് വലിയൊരു ഊർജ്ജവായുവാകുന്നു. മലയാള സിനിമയ്ക്ക് മൊത്തത്തിൽ നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി. അവിടെ നിന്ന് ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു അഭിമാനം, അതാദ്യമായി 200 കോടി അഭിമാനം, അതാദ്യമായി എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? അല്ല, മോർ ദാൻ ദ ഫിഗേഴ്സ്, ലൈക്ക് 200 കോടി എന്നുള്ള ഫിഗറിനെക്കാളും നമുക്ക് ഈ സിനിമ ചെയ്തുകൊണ്ട് കിട്ടിയ വലിയ അംഗീകാരവും സ്നേഹവും ഇൻസ്പിറേഷനുമാണ് ഞാൻ ആദ്യം തന്നെ കണക്കാക്കുന്നത്. കാരണം ഇങ്ങനൊരു സിനിമ താരങ്ങളില്ലാതെ നമ്മളെ വിശ്വസിച്ചൊരു പ്രൊഡ്യൂസർ വരികയും അതിന് വേണ്ട ടെക്നിക്കൽ സൈഡ് ഒരു കോംപ്രമൈസും ഇല്ലാതെ നൽകാൻ തയ്യാറാവുകയും, ഇങ്ങനൊരു സിനിമ എന്താ പറയണ്ട, എല്ലാവരും ഒരു കൂട്ടായ്മയും പരിശ്രമത്തോടെയും ഒരു ഹാർഡ് വർക്കോടെയും ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷമാണ് ഇതിന്റെ ഫിഗേഴ്സും അത് ഉണ്ടാക്കുന്ന കോടികളുടെയൊക്കെ കണക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു ലവ് ആൻഡ് റിസപ്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയതിൽ, അതും സൗത്ത് ഇന്ത്യൻ ലെവലിൽ തന്നെ. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഈ സിനിമ കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നാറുണ്ട്. കാരണം എങ്ങനെയാണ് ഇത് ആൾക്കാർ സ്വീകരിച്ചതും, ലൈക്ക് അവർ നമ്മളോട് നൽകുന്ന സ്നേഹവും. ഏറ്റവും കൂടുതൽ താങ്ക് യു ആണ് ഞാൻ കേട്ടേക്കണ വാക്ക്. ഈ സിനിമ ചെയ്തതിൽ നന്ദി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കവിഞ്ഞ് നമുക്ക് മറ്റൊന്നുമില്ല. ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ അവര് പറയുന്ന നന്ദിയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഊർജം. അപ്പം ഇനിയും വലിയ സിനിമകൾ ഉണ്ടാകട്ടെ, ഇനിയും വലിയ വലിയ സിനിമകൾക്ക്
നിർമ്മാതാക്കൾ എന്നും ഉണ്ട് മലയാളത്തിൽ, അന്നും ഇന്നും ലൈക്ക് നല്ല സിനിമകൾക്ക് നിർമ്മാതാക്കൾ വന്നിട്ടുമുണ്ട്, അങ്ങനെ സിനിമകൾ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പേ ഇരുന്ന സിനിമകൾ തന്നെയൊക്കെയാണ് നമുക്ക് ഇൻസ്പിറേഷൻ, നമുക്ക് ഇനിയും ചെയ്യാനുള്ള. വളരെ സന്തോഷം ഇങ്ങനത്തെ ഒരു ലെവലിൽ ഈ സിനിമ റീച്ച് ആയതിൽ വളരെ സന്തോഷമുണ്ട്. ഗണപതി, ഈ സക്സസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ഗണപതിയും ടീമും നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം നിങ്ങളുടെ ഈ സിനിമയും അതിന് മുൻപ് തന്നെ നിങ്ങളുടെ വലിയ യാത്രയാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചത്, അതാണ് സിനിമയിലേക്ക് എത്തിച്ചത്. അപ്പോൾ പൊതുവേ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ, ഒരു പുതിയ സിനിമയിൽ താരതമ്യേന തുടക്കക്കാരൻ എന്ന നിലയിൽ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ സ്ഥാനത്തായാലും സിനിമയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്തായാലും ഒക്കെ എന്താണ് മനസ്സിലാകുന്നത്? പ്രേക്ഷകർക്ക് ഏത് തരത്തിലുള്ള വിഭവം നമ്മൾ നൽകിയാലാണ് അവർ സ്വീകരിക്കുക? അത്തരത്തിലൊരു ബോധ്യം ഈ യാത്രകളിൽ ഉണ്ടാകുന്നുണ്ടോ ഗണപതി? അങ്ങനൊരു നമുക്ക് ഇതിനൊരു ഫോർമുല ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ലൈക്ക് നല്ല സിനിമ, ആത്യന്തികമായി നല്ല സിനിമ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനല്ലാതെ ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കും, ആൾക്കാർ ഇങ്ങനത്തെ സിനിമയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് ഒരു മുൻധാരണകൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. കാരണം ജാനമൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ചിദംബരം ചെയ്യുന്നത് ഒരു പറ്റ സുഹൃത്തുക്കൾ വെച്ചിട്ടൊരു കോമഡി പടമായിരിക്കും എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അതായത് രോമാഞ്ചം പോലെ അല്ല, അങ്ങനെയുള്ള ഒരു ഫൺ പാക്ക് ത്രില്ലർ മൂവി ആയിരിക്കും ആൾക്കാർ എക്സ്പെക്ട് ചെയ്തത്. അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ആ ട്രെയിലർ വന്ന ഉടനെയാണ് സിനിമയുടെ സ്വഭാവം മാറുന്നത്. എന്ന് വെച്ചിട്ട് അങ്ങനത്തെ ഒരു അതൊരു റിസ്ക് ആണ്, കോമഡി പടം മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നും അങ്ങനത്തെ ഒരു സംഭവമില്ല. ലൈക്ക് ആൾക്കാർക്ക് ആത്മാർത്ഥമായി സിനിമ ചെയ്ത് അത് ഏത് കണ്ടന്റായിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് വിശ്വസിക്കുക, അതിൽ നന്നായിട്ട് പണിയെടുക്കുക, അതിൽ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഈ ബോയ്സിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5-6 പേര് ഉണ്ടാകുക, ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, മോർ ദാൻ ലൈക്ക് എന്റർടൈൻമെന്റ്. ഈ ഡാൻസ്, ലൈക്ക് സോങ്, അങ്ങനത്തെ ഒരു വിഭാഗവും ഉണ്ട്, അതും വേണം. പക്ഷെ എന്നാൽ പോലും ആൾക്കാരിൽ ഒരു ജീവിതത്തിൽ അവന്റെ ഏതെങ്കിലും മൊമെന്റിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ആൾക്കാർ തീർച്ചയായിട്ടും വീട്ടിൽ കൊണ്ടുപോകുമ്പം ആ സിനിമയെ അവൻ കൊണ്ടുപോകും എന്നുള്ളതാണ് അതിൻ്റെ എനിക്ക് കിട്ടിയൊരു കാഴ്ചപ്പാട്. അതാണ് ലൈക്ക് ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിലിപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും, അതിന് ഇന്ന സബ്ജക്റ്റ് ഇന്ന ഫോർമുല ഒന്നൊന്നുമില്ല. അത് നമുക്ക് എങ്ങനെയും എന്താ പറയുക, ഡയറക്ടറിന്റെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കഴിവനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്താൻ പറ്റുക, അവന്റെ സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാഴ്ചപ്പാടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാസ്റ്റിംഗ് ആണല്ലോ ഗണപതി വളരെ പ്രധാനം ഇതിനകത്ത്. കാരണം നേരത്തെ ചന്ദ്രകാന്തൊക്കെ പറഞ്ഞതുപോലെ ഇത് ഈ സിനിമാ നിരൂപകർക്ക് പോലും ഈ നടന്മാരാരാണ് എന്ന് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുകയുണ്ടായി. അങ്ങനെ ഒരു രീതിയിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? പരിചിത മുഖങ്ങളെ അത്തരത്തിൽ കുറേ പേരെയൊക്കെ ഒഴിവാക്കി പുതുമുഖങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്ന പരീക്ഷണം അതുകൂടി വിജയിച്ച ഒരു സിനിമയായി ഇത് മാറുന്നുണ്ട് അല്ലേ? അല്ല, ഒഴിവാക്കിയത് അങ്ങനെയൊന്നുമല്ല. അറിയാം, നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഇവരുടെ ഈ പോയ ഈ 11 പേരുടെ ഡോക്യുമെന്ററിയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പം ഈ ഡോക്യുമെന്ററി കാണുമ്പം നമുക്ക് പെട്ടെന്ന് അവരുടെ മാനറിസവും അവരുടെ ഫിഗറും അവരുടെ സംസാര ശൈലിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ സിനിമയിലെ സുഹൃത്തുക്കൾ, ലൈക്ക് സുഹൃത്തുക്കൾ മാത്രമല്ല, സുഹൃത്തുക്കളല്ലാത്ത ആൾക്കാരും ഉണ്ട് ഈ സിനിമയിൽ. അല്ല, ഈ സിനിമ കഴിഞ്ഞ സുഹൃത്തുക്കളായ നടന്മാരും ഉണ്ട്. ഇപ്പൊ അരുൺ കുര്യനായാലും പിന്നെ ചന്തു സലീം കുമാർ ആയാലും അവരൊക്കെ ഒരു ഫീച്ചേഴ്സും ലൈക്ക് ഒരു മാനറിസം എങ്ങനെയാണ് അവരായിട്ട് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഞാൻ കൂടുതൽ പരിചിതമുള്ള നമുക്കറിയുന്ന മുഖങ്ങൾ എന്തുകൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ ഇതൊരു കെമിസ്ട്രി വർക്കൗട്ട്, ഓഫ് സ്ക്രീനും നല്ല കെമിസ്ട്രിയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഓൺ സ്ക്രീനിൽ നന്നായിട്ട് കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് നമുക്ക്, കാരണം ഈ സിനിമ ഒരിക്കലും തുടങ്ങുന്നത് ആരെയും ഇൻട്രൊഡക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഇത് കുട്ടൻ ഇന്നിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടല്ല. നമ്മൾ അവരുടെ ജീവിതത്തിലെ ഇടയിൽ ഒരു മൊമെന്റിൽ കയറിയിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പൊ അത് കാണുമ്പോഴും ആൾക്കാർക്ക് ഇവർ ഇത്രയും വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ഓൺ സ്ക്രീൻ കെമിസ്ട്രിയും കൂടെ വർക്കൗട്ട് ആകാൻ പറ്റുന്ന ആൾക്കാരാണ് ഞാൻ ചൂസ് ചെയ്തത്. അതായിരുന്നു എൻ്റെ ക്രൈറ്റീരിയ. അല്ലാതെ നമ്മളിങ്ങനെ പരിചയമുള്ള മുഖങ്ങൾ വേണ്ട എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ സൗബിനായാലും ബാസിയായാലും ആൾക്കാർക്ക് വളരെ പരിചിതമുള്ള ഒരു മുഖം തന്നെയാണ്. അവരും സ്റ്റാർസ് ആണ്. ലൈക്ക് സ്റ്റാർസ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല നമുക്ക്, എന്നാൽ പോലും കൂടുതൽ ലൈക്ക് കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. തിരിച്ചു വരാൻ തുടരുക. ചന്ദ്രകാന്ത്, ഈ ചെറുപ്പക്കാരുടെ ഒരു വസന്തമാണല്ലേ മലയാള സിനിമയിൽ. അതും ഈ പറഞ്ഞതുപോലെ ഗണപതിയെ പോലെ ഭാവന സമ്പന്നരായ ചെറുപ്പക്കാർ, അവർ പല പല കഥകൾ കണ്ടെത്തുന്നു, അത് ഇൻഡസ്ട്രിയിൽ വലിയ ഹിറ്റുകളാക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പ്രവണതയുണ്ട്. എനിക്ക് രഞ്ജിത്ത് പറഞ്ഞതിനോട് വിയോജിപ്പുള്ളത്, നമ്മൾ പ്രായം കൊണ്ട് ഗണപതി ഒരു ചെറുപ്പക്കാരനാണെങ്കിലും സിനിമയുടെ ഒരു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു വെറ്ററൻ ആണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. വിനോദയാത്രയിലും പ്രാഞ്ചിയേറ്റിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കണ്ടാണ്. അപ്പോൾ സിനിമയിൽ ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് അതിൻ്റെ കൃത്യമായിട്ടൊരു പൾസ് പിടിക്കാൻ പറ്റും.
അപ്പം മാത്രമല്ല ഈ സാധാരണ മനുഷ്യന് ബോറടിക്കുന്ന തരത്തിലുള്ള ക്ലിഷേ ആയിട്ടുള്ള സീനുകൾ ഒഴിവാക്കുന്നത് തന്നെ അത് തന്നെ ഒരു വലിയ വലിയ കഴിവാണത്. അപ്പം അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിതാവും അതായത് സഹോദരനും ഇവർ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സിനിമാ കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. അവരെത്ര കണ്ട് അംഗീകരിക്കുമെന്ന് അറിഞ്ഞില്ലെങ്കിലും പക്ഷേ അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. സിനിമയുടെ പല രീതികളിൽ പല മേഖലകളിൽ അവർക്ക് നല്ല പരിചയമുണ്ട്. ആ പരിചയം അവർ വളരെ അല്ലെങ്കിൽ നമുക്ക് സമർത്ഥമായി ഉപയോഗിച്ചത് മാത്രമല്ല ഒരു നമുക്കത്ര വലിയ പരിചിതമല്ലാത്ത തരത്തിലൊരു കഥ പറച്ചിൽ രീതിയാണ് ചെയ്തിരിക്കുന്നത്. അത് പിന്നെ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ ഈ പിന്നെ ലോകത്ത് എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ വല്ല തേനിയിലോ ആണ്ടിപ്പട്ടിലുള്ളവർക്കും മനസ്സിലാവുന്നുണ്ട്, നമ്മളിവിടെ കഴക്കൂട്ടത്തുള്ളവർക്കും മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം അത് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ സിനിമയെ പറ്റിയിട്ടുള്ളൊരു കൃത്യമായ ധാരണയുണ്ട്. സിനിമയുടെ ഗ്രാമറിനെ പറ്റി അതിൻ്റെ വിപണനത്തെ പറ്റി ഒക്കെ ധാരണയുള്ളതുകൊണ്ടാണ്. പിന്നെ അവർക്ക് കിട്ടിയ ടീം നോക്കുക, ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതിൽ ഒരാൾ സൗബിനാണ്. അപ്പോൾ ആ സിനിമയെ പറ്റി സൗബിനാണ് തന്നെ ഒരു നടനാണ്, പിന്നെ എഴുത്തുകാരനാണ്, സംവിധായകനാണ്. അപ്പോൾ ഇത് സിനിമയുടെ വിവിധ മേഖലകളിലുള്ള ആ റോൾ അറിയാവുന്ന ആളുകൾ ചെയ്തതിൻ്റെ ഒരു വലിയൊരു ഗുണം ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ അവർ ക്ലെവറായിട്ട് യൂസ് ചെയ്ത സംഭവമാണ് ഈ ഗുണ കേവ്സിലെ പാട്ട്. ആ പാട്ട് അവിടെ വരുന്നത് കൊണ്ട് തന്നെയാണ് ആ പാട്ടിന് അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അല്ല എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പം ഞാൻ കുറേ റീൽസ് കണ്ടിരുന്നു, അതെല്ലാം തമിഴ്നാട്ടിലെ ക്യാമ്പസുകളിൽ ഈ ഗുണ കേവ്സ് ഈ അവിടെ നിന്നുള്ള പാട്ടാണ് അവർ ഇരുന്ന് പാടുകയാണ് എല്ലാവരും. അപ്പോൾ ഇത് ഇപ്പം നമ്മളിപ്പം അറിയാം, ഇതിന് തൊട്ട് മുമ്പുണ്ടായ പ്രേമലു ആണെങ്കിലും ഭ്രമയോഗമാണെങ്കിലും ഒക്കെ ഈ വലിയ സക്സസ് ആണ് പടം. പക്ഷേ ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഭ്രമയോഗം കണ്ടത്. അവിടെ കുറച്ച് പേരുള്ള ഒരു PVRൻ്റെ ഒരു ഇതിൽ നിന്ന് കണ്ടത്. പക്ഷേ അവിടെ നിന്നൊക്കെ ആ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പോലും അത് കാണാൻ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ സിനിമയാണ്, അതിനകത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ചേരുവകളോ ഫോർമുലകളോ മാറ്റമുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പം പ്രേമലു ആണത്തിന് ഈ അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ വരും. അപ്പോൾ പക്ഷേ ഡബ്ബിങ്ങാണ്. ഇത് ഡബ്ബിങ്ങുമല്ല, ഇതൊരു നമ്മൾ ഇംഗ്ലീഷ് ഹോളിവുഡ് പടങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞൊരു ഡബ്ബിങ് ഇല്ലാതെ നമ്മളിവിടെ പടം കാണുമ്പോൾ തമിഴ്നാട്ടിലൊരു കാര്യം ഓർക്കണം. തമിഴ്നാട്ടിൽ ഞാൻ ജെയിംസ് ബോണ്ട് പടം തമിഴ് കണ്ടിട്ടുള്ള ആളാണ്, കാരണം ഡബ്ബ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് മഞ്ഞുമൽ ബോയ്സിന് അത് ഡബ്ബിങ് ഇല്ലാത്ത ഒറിജിനലായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്രയും യൂണിവേഴ്സലായിട്ടുള്ളൊരു സിനിമ ലാംഗ്വേജ് അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ശരി സന്ദീപ്, അതാണ് ഈ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത്, നേരത്തെ സന്ദീപ് പറയുകയായിരുന്നു, ഈ നമ്മൾ ഈ പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ആളുകൾ കാണുമ്പോൾ അതിൻ്റെ റിലീസ് വരുമ്പോൾ നല്ല സിനിമയാണെന്ന് പറയും, പക്ഷേ തിയേറ്ററുകളിൽ ആൾ കയറുന്നില്ല. അത് ശരിക്കും പഠന വിഷയമാക്കേണ്ട ഒരു സംഭവമാണ്. അതെന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്? മാർക്കറ്റിങ്ങിലെ പോരായ്മ എന്ന് നമ്മൾ പറയും. പക്ഷേ അതിലൊക്കെ അപ്പുറം ഈ സിനിമകളെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക വളരെ കൃത്യമായി എന്നുള്ളൊരു പ്രധാന കാര്യമുണ്ടല്ലോ. അതെങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ ഹിറ്റാകുക, പല സിനിമകളും നമുക്കറിയാം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. നല്ല സിനിമകളെ നല്ല രീതിയിൽ സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഈ പറഞ്ഞതുപോലെ സംഘടനകളൊക്കെ ആവശ്യമുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. അതിനുള്ള ഒരു രീതി കൂടി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വലിയ പ്രതിസന്ധികൾ ഒരുപക്ഷെ മലയാള സിനിമ അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരിക്കും. സന്ദീപ് മ്യൂട്ടാണോ? ഓഡിയോ മ്യൂട്ടാണോ? ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് ഇപ്പൊ ഒരാളുടെ മാത്രമല്ല. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു സിനിമ ഒരിക്കലും ഒരു സക്സസ് ആവാനോ ഒരു സിനിമ നന്നായി വരാനോ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാത് റെസ്പെക്റ്റീവ് മേഖലകളിലുള്ള ആൾക്കാർ അവര് ഒത്തു പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു സിനിമയ്ക്ക് ഒരു വിജയം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഏത് കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാലും അനിയത്തിപ്രാവ് ഒരാഴ്ച തിയേറ്ററിൽ ആളില്ലാതെ ഓടിയ സിനിമയാണ്. ചാന്തുപൊട്ട് ആദ്യത്തെ 3 ദിവസം 4 ദിവസം ആളില്ലാതെ ഓടിയ സിനിമയാണ്. പക്ഷെ അതിനുശേഷം ആ സിനിമയ്ക്ക് ഉണ്ടായ മാറ്റങ്ങൾ, ആ സിനിമ മലയാള സിനിമയിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ കിട്ടിയ സിനിമകളിൽ ഒന്നാണ് അനിയത്തിപ്രാവും ചാന്തുപൊട്ടും ഒക്കെ. മലയാള സിനിമയ്ക്ക് ഒരു വലിയ നായകനെ തന്ന സിനിമയാണ് അനിയത്തിപ്രാവ്. നായികയെ തന്ന ഇന്ത്യൻ സിനിമയിൽ ഒരു വലിയ നായികയെ തന്ന സിനിമയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമ്മൾ അന്ന് ആ കാലഘട്ടത്തിൽ ഒരു തിയേറ്ററിൽ ഒരു സിനിമ 3 ദിവസം മോശമാണ്, പക്ഷെ സിനിമയ്ക്ക് നല്ല അഭിപ്രായമുണ്ട്, ആ സിനിമ നിൽക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഒരു സിനിമ അങ്ങോട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അതിനകത്ത് ഇന്ന് വന്ന ഈ പുതിയ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സ്ക്രീൻസിനൊക്കെ അത്തരം പേഷ്യൻസ് ഇല്ലായ്മ ഒരു സിനിമയെ ഭയങ്കരമായി ബാധിക്കുന്നുണ്ട്. ഒരു നല്ല കണ്ടന്റ് ഉള്ള സിനിമയെ അത് ബാധിക്കുന്നുണ്ട്. മറിച്ച് ഒരു പടത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരിക്കലും ഒരു നിർമ്മാതാവോ ഒരു സംവിധായകനോ ഒരിക്കലും അവരുടെ സിനിമ ഓടാതിരിക്കണം എന്ന് വിചാരിച്ച് അവര് ഒരു തരത്തിലുള്ള പ്രൊമോഷനും നടത്താതിരിക്കില്ല. എല്ലാവരും അകമഴിഞ്ഞ് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില നടന്മാർ ഇപ്പോഴും പ്രൊമോഷന് വരാത്ത നടന്മാരുണ്ട്. അത് ഞാൻ തുറന്നു തന്നെ പറയാം. നടന്മാർ പലരും ഈ പ്രൊമോഷന് വരാതെ അവര് മാറി നിൽക്കുന്ന അവസ്ഥയുണ്ട്. പ്രൊമോഷൻ സമയമാകുമ്പോൾ സമയത്തിന് വരാതിരിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ നടക്കാതെ പോവുകയൊക്കെ ചെയ്യുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്.
അതിന് മാറ്റം വന്നുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ മഞ്ഞുമൽ ബോയ്സിൽ ഇവരെല്ലാവരും ഒരേപോലെ 18 പേര് അല്ലെങ്കിൽ 8-9 പേര് ഇങ്ങനെ അടുപ്പിച്ച് വന്ന് നിന്ന് അത് ചെയ്യുമ്പോൾ അത് നാച്ചുറലി അതിനൊരു ഊർജ്ജമാണ്. ഞങ്ങൾ ഇത്രയും അതെ, പേര് എനിക്ക് സിനിമ തോന്നുന്നു സന്ദീപ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗണപതിക്ക് ഒക്കെ കിട്ടിയ ഒരു സൗകര്യമാണെന്ന് തോന്നുന്നു. കാരണം ഈ നടന്മാരുടെ പുറകെ നടക്കേണ്ടി വന്നില്ല. അല്ല, അത് അവരുടെ സൗഹൃദം കൂടെയുണ്ട്. ഗണപതി സൗഹൃദത്തിന് എനിക്ക് തോന്നുന്നു ഗണപതിയുടെ ഒക്കെ സൗഹൃദ വലയം അതിനകത്തുണ്ട്. അത് ഭയങ്കരമായി അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. കാരണം ഒരു സൗഹൃദത്തിന്റെ ഒരു വലിയ സംഘം തന്നെ അവർക്കുണ്ട്, ഗണപതിക്കും സുഹൃത്തുക്കളും എല്ലാം. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഇതിനകത്തുണ്ടെന്നാലും അത് അവർക്ക് ഭയങ്കരമായി ഗുണം ചെയ്തിട്ടുണ്ട്. നാച്ചുറലി അങ്ങനെ ഉണ്ടാവുന്ന സിനിമകൾ പ്രേക്ഷകരെ എത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും എത്തിക്കാം നമുക്ക് തിയേറ്ററുകളിലേക്ക്. എനിക്ക് തോന്നുന്നു ഈ കൊല്ലം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കോ തിയേറ്ററുകാർക്കോ ഒരു തരത്തിലുമുള്ള ഒരു കംപ്ലൈന്റ് പറയാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം വെച്ചാൽ തിയേറ്ററുകളിലേക്ക് നല്ല സിനിമകൾ കൊണ്ടുവന്നിട്ടുണ്ട്. തിയേറ്റർ സിനിമ വന്ന് കാണുക എന്ന് പറയുന്നത് ഒരു ശീലം മാത്രമാണ്. അത് ഏത് സിനിമ സമയം വേണമെങ്കിലും മാറിപ്പോകാം. ഇപ്പൊ കോവിഡ് കഴിഞ്ഞ ആൾക്കാർ തിയേറ്ററുകളിലേക്ക് ഇരച്ചെത്താനായിട്ട് സമയം തീർന്നു. എനിക്കൊന്ന് കുറെ എടുത്തു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അടുപ്പിച്ചൊരു 3 മാസം തിയേറ്ററുകളിൽ ഇത്രയും പ്രേക്ഷകരെത്തിയത്. അപ്പം ഈ ഒരു മൊമെന്റത്തിൽ ഈ ഒരു ഇതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ ഇനിയും നല്ല കണ്ടന്റുകൾ വരുന്നുണ്ട്. ഇനിയും ഇക്കൊല്ലവും നല്ല സിനിമകൾ വരാനുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിനിമാ ശീലം വീണ്ടും തിയേറ്ററിൽ സിനിമ കാണുന്ന ഒരു ശീലം, മൂവി വാച്ചിങ് ഇത് വീണ്ടും ആൾക്കാരിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്ന മേഖലയ്ക്ക് ഊർജ്ജമാണ്. അത് ഉറപ്പായിട്ടും ഇനി അങ്ങോട്ടുള്ള കളക്ഷനുകളിലും എല്ലാം അതിപ്പം ആവറേജ് സിനിമയാണെങ്കിലും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനി വരികയാണെങ്കിൽ അത് ഭയങ്കരമായ ഇൻഡസ്ട്രിക്ക് ഒരു ബൂസ്റ്റ് ആയിരിക്കും. അത് ഭാവിയിൽ ഇനി എന്നും തിയേറ്ററുകളിൽ നിന്നും വരുന്ന വരുമാനം നിർമ്മാതാക്കൾക്ക് ഒരു ബോണസ് തന്നെയാണ്. നിർമ്മാതാക്കൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും തിയേറ്ററിൽ നിന്നാണ്. കാരണം തിയേറ്ററിൽ നിന്നും ഉണ്ടാകുന്ന കളക്ഷനിൽ നിന്നുമാണ് ഒരു താരത്തിന് പോലും ഒരു വാല്യൂ ഉണ്ടാവുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു OTT-യിൽ വരുന്ന പടത്തിനൊരു താരത്തിനൊരു വാല്യൂ ഉണ്ടാവില്ല. നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അതിനകത്ത് എത്ര നീഡിൽ അവറാണ് ഒരു സിനിമ കണ്ടത്, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഇത്ര പ്രേക്ഷകർ കണ്ടു എന്നുള്ളതിലുപരി അതിപ്പം എങ്ങനെയാണെങ്കിലും അവർ കാണും. പക്ഷെ തിയേറ്ററിലേക്ക് വരുന്നത് ആ സിനിമ കണ്ട് ആ താരത്തിനെ കാണാനായിട്ട് വരുന്നു അല്ലെങ്കിൽ ആ ഒരു സംവിധായകന്റെ സിനിമ കാണാൻ വരുന്നു. അത് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കൊരു ഊർജ്ജമാണ്. ഇനി അങ്ങോട്ടുള്ള സിനിമയുടെ എക്കണോമിക്സ് മാറട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഗണപതി, ഈ സൗഹൃദങ്ങൾ എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ളതാണ്, ഒപ്പം ബന്ധങ്ങൾ ഗുണം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ സിനിമാ ഇൻഡസ്ട്രിയിലെ ഇത്ര വർഷത്തെ പരിചയം ഈ സിനിമയിലേക്ക് എത്താൻ ഗണപതിയെ അടക്കമുള്ള ടീമിനെ സഹായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണല്ലോ മനോഹരമായ ഒരു ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കാനായതല്ലേ? അതെ, ഉറപ്പായിട്ടും പ്രധാന ഘടകം സൗഹൃദം തന്നെയാണ്. സൗഹൃദത്തിലൂടെ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ സിനിമ ജാനമേനം ചെയ്തിട്ടുള്ളത്. ഇപ്പം മഞ്ഞുമേൽ വരെ എത്തി നിൽക്കുന്നത് ആ സൗഹൃദം കൊണ്ടാണ്. അപ്പം ആ സൗഹൃദം ഉള്ള ആൾക്കാരോട്, ഏറ്റവും കൂടുതൽ അടുപ്പുള്ള ആൾക്കാരോട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകളോ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അങ്ങനെ അത്രയും സെൻസുള്ള ആൾക്കാർ തന്നെയാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊരുപാട് നമുക്ക് സിനിമയെ സ്വപ്നം കാണാനും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അതിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് എത്തിച്ചേരാനൊക്കെ സാധിക്കുന്നത് ഈ സൗഹൃദം തന്നെയാണ്. അപ്പം ഏറ്റവും പ്രധാന ഘടകം അത് തന്നെയാണ്. ശരി, നന്ദി ശ്രീ ഗണപതി. ഒപ്പം സന്ദീപ് ഈ അവസരത്തിൽ സംസാരിച്ചത്. ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും മഞ്ഞുമൽ ടീമിന്, ഒപ്പം ഇതിൻ്റെ ഭാഗമായ സന്ദീപിനും. സിനിമാ ഇൻഡസ്ട്രിക്ക് നല്ലത് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണ്. അതങ്ങനെ തന്നെ തുടരട്ടെ എന്നും ആശംസിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം.